കുറച്ച് നാളുകൾക്ക് ശേഷം മലയാളത്തിൻ്റെ മോഹൻലാലിനെ മലയാളികൾക്ക് തിരിച്ചു കിട്ടിയ ചിത്രം തുടരും. കട്ട ഡൈഹാർഡ് ലാലേട്ടൻ ഫാനായ ശ്രീ തരുൺ മൂർത്തിയുടെ സംവിധാനം. അതുകൊണ്ട് തന്നെ സ്ലീപ്പർ സെൽ ഓഡിയൻസിനെയും അതേപോലെ കട്ട ഡൈഹാർഡ് ലാലേട്ടൻ ഫാൻസിനെയും മാത്രം ഒരുപോലെ സന്തോഷിപ്പിച്ച ഒരു വിജയ ചിത്രം. ലാലേട്ടൻ്റെ വൺ മാൻ ഷോ എന്നതിലുപരി ഈ ചിത്രത്തിൽ ഏറ്റവും അധികം കയ്യടികൾ വാരിക്കൂട്ടിയത് വില്ലന്മാരായിരുന്നു. ശ്രീ പ്രകാശ് വർമ്മ ചെയ്ത ജോർജ് സാർ എന്ന കഥാപാത്രം, അതുപോലെ തന്നെ ശ്രീ ബിനു പപ്പു ചെയ്ത കഥാപാത്രം, ഇത് രണ്ടും തിയേറ്ററുകളിൽ മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. എന്നാൽ പോലും ശോഭന മാം ചെയ്ത കഥാപാത്രം, ആ കഥാപാത്രത്തിൻ്റെ പ്ലേസ്മെൻറ്റ്, സ്ക്രീൻ പ്രസൻസ്, പെർഫോമൻസ്, ഇത് തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അതുപോലെ തന്നെ ശോഭന മാമിൻ്റെയും ലാലേട്ടൻ്റെയും മകളായി വന്ന കഥാപാത്രവും ചിത്രത്തിൽ നിറഞ്ഞു നിന്നു. അടിയന്തരാവസ്ഥ കാലത്തെ രാജൻ കേസിൻ്റേതിന് സമാനമായ കഥാപശ്ചാത്തലം, അതിലേക്ക് ഒരൽപ്പം ദൃശ്യം, ഒരൽപ്പം ഒപ്പം, പുലിമുരുകൻ എന്നീ ലാലേട്ടൻ്റെ വിജയ ചിത്രങ്ങളുടെ ഒരൽപ്പം മിക്സിങ്, ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ ആകെ മൊത്തം ഒരു സ്പൂഫ് ചിത്രം, ഒരു ഗംഭീര മികച്ച സ്പൂഫ് ചിത്രം, അതായിരുന്നു തുടരും. കുടുംബ പശ്ചാത്തലങ്ങളിലേക്ക് വരുമ്പോൾ ദൃശ്യം എന്ന ചിത്രത്തെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു അവതരണം. ആക്ഷൻ രംഗങ്ങളിലേക്ക് വരുമ്പോൾ 99.99% പുലിമുരുകൻ, കൂടെ മറ്റു പല വിൻറ്റേജ് ലാലേട്ടൻ ചിത്രങ്ങളുടെയും ചേരുവകൾ. അങ്ങനെ മൊത്തത്തിൽ ലാലേട്ടൻ്റെ വിജയ ചിത്രങ്ങളുടെ ഒരു സമ്മേളനം കൂടിയായിരുന്നു തുടരും എന്ന ചിത്രം. ഇത്രയും മതിയായിരുന്നു മലയാളി പ്രേക്ഷകർക്ക്. ലാലേട്ടൻ്റെ തിരിച്ചുവരവ് ഓരോ മലയാളികളും അത്രയധികം ആഘോഷിച്ചു. എമ്പുരാൻ എന്ന വിജയ ചിത്രത്തിന് ശേഷം ഏറ്റവും അധികം കയ്യടികളും അതുപോലെ തന്നെ പണവും തിയേറ്ററുകളിൽ നിന്ന് വാരിക്കൊണ്ടിരിക്കുകയാണ് തുടരുമെന്ന ചിത്രം. അമാനുഷികത ഒന്നും തന്നെ കാണിക്കാതെ നിസ്സഹായനായ കുടുംബസ്ഥനായി ക്ലൈമാക്സ് വരെ ലാലേട്ടനെ അവതരിപ്പിച്ചിരിക്കുകയാണ് തരുൺ മൂർത്തി എന്ന സംവിധായകൻ. തൻ്റെ കുടുംബത്തിലേക്ക് പലരും വന്ന് കോലിട്ടിളക്കിയപ്പോൾ, സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായപ്പോൾ മാത്രം പ്രതികരിക്കുന്ന നായക കഥാപാത്രം, സോ കോൾഡ് നായക കഥാപാത്രങ്ങളെ തച്ചുടച്ച ഒരു നായക കഥാപാത്രം, അതായിരുന്നു ലാലേട്ടൻ്റെ ഷൺമുഖൻ. കൃത്യമായ പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരു കഥാപാത്രം, എന്നാൽ ആ പശ്ചാത്തലത്തെ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലൈമാക്സിനോടടുക്കുമ്പോൾ ഒരു 20 വയസ്സുകാരൻ്റെ എനർജിയോടുകൂടിയാണ് അദ്ദേഹം ആക്ഷൻ രംഗങ്ങളെ സമീപിച്ചിരിക്കുന്നത്. കുസൃതി നിറഞ്ഞ ചിരികളും നോട്ടവും പഴയ ലാലേട്ടനെ ഓർമ്മിപ്പിക്കും വിധം അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ഒപ്പം, പുലിമുരുകൻ, ദൃശ്യം, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, പിന്നെ ഒട്ടനവധി നിരവധി ലാലേട്ടൻ വിജയ ചിത്രങ്ങളുടെ ഒരു സമ്മേളനമായിരുന്നു തുടരും. തുടർന്ന് അങ്ങോട്ടും ഇത്തരത്തിലുള്ള ലാലേട്ടൻ ചിത്രങ്ങൾ മലയാളത്തിൽ തുടരെ വരട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, കാത്തിരിക്കുന്നു. നന്ദി. താങ്ക് യു.